ഡോക്ടർ, എൻ്റെ ഫ്രണ്ട് ശ്യാമിനെയും അദ്ദേഹത്തിൻ്റെ വൈഫ് ശാലിനെയും നിങ്ങൾക്ക് പരിചയം? ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു. ഐ തിങ്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതേ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് സീത ഇപ്പം ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഓഫീസിൽ പോകണമെന്നുള്ളതുകൊണ്ട് മാത്രമല്ല നീ ഇപ്പം ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നത്, അല്ലേ സീത? റാം, ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാ. അത് നിങ്ങളോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ഓ മൈ ഗോഡ്, ശ്യാമും ശാലിനിയും ഇവർക്ക് ഇത്ര ക്ലോസ് ആയിരുന്നു. പാവം സീത തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് അവരുടെ പേരൻസ് വരില്ലല്ലോ എന്ന് ഉറപ്പുവരുത്താൻ എന്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ടിപ്പോ ശ്യാമും ശാലിനിയും ഇവർക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അവരാണ് സിഹിയുടെ അച്ഛനും അമ്മയെന്ന് എങ്ങനെ പറയും? ഡോക്ടർ, എന്തെങ്കിലും പറയൂ. ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്കിടയിൽ എന്തെല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിലും അതെല്ലാം മറന്ന് നിങ്ങൾ തന്നെ ശ്യാമിനെ ശാലിനിയെ പറഞ്ഞ് മനസ്സിലാക്കണം ഡോക്ടർ. അവരിപ്പോൾ അവരുടെ കുഞ്ഞിനെ അന്വേഷിക്കുകയാണ്. ആ സെറോഗേറ്റ് മദർ എവിടെയുള്ളതെന്ന് ഡോക്ടർ പറയണം. ഐ നോ, ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഇല്ലീഗലാണെന്നറിയാം. ബട്ട് അവർ രണ്ടുപേരും ഇപ്പോൾ അവരുടെ കുഞ്ഞിനെ അന്വേഷിക്കുകയാണ്. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല ഡോക്ടർ. പ്ലീസ് കൺസിഡർ ദിസ് ആസ് എ റിക്വസ്റ്റ്. നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല റാമിന്. ഞാൻ മെസ്സേജ് അയക്കണോ വേണ്ടോന്ന് ആലോചിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കട്ട ഫ്രണ്ട്സ് അല്ലേ? ദിവസം ഒരു 10 വട്ടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നതല്ലേ? ആദ്യം കോൾ ചെയ്യേ, അല്ലെങ്കിൽ ഇത്രയും ദിവസം വിളിച്ചില്ല എന്ന് പറഞ്ഞ് റാമിന് അത് വിഷമാവും. പക്ഷെ അശു, എന്റെ കാര്യമൊന്നും തൽക്കാലം പറയണ്ട. റാമും സീത അവിടെ എന്ത് അവസ്ഥയിലാണോ എന്തോ. ഇനി എന്റെ കാര്യം കൂടി അറിഞ്ഞ അവരെല്ലാം വിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ സൂര്യ ഈ കാര്യം അറിഞ്ഞാലോ? വേണ്ട വേണ്ട മോളെ, ഇത് നമ്മുടെ ജേണിയാ. നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതി. നിനക്ക് ഭേദമായെന്ന കാര്യം മാത്രം അവരറിഞ്ഞാൽ മതി. അതിൻ്റെ വേദന എല്ലാം നമുക്ക് സഹിക്കാം. അത് വേണ്ട, ഞാൻ സഹിച്ചോളാം. അശോ പ്ലീസ്, നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലേ. എനിക്ക് പിന്നെ നിങ്ങളോട് ലവ് തോന്നും. ഇപ്പൊ തന്നെ വിന്റേജ് മൂവിയിലെ ഹീറോയെ പോലെ ഉണ്ട് നിങ്ങളെ കാണാൻ. അപ്പോ ഞാൻ കിളവൻ വയസ്സായെന്നല്ലേ പറയുന്നേ? വയസ്സായിട്ടുണ്ട്, പക്ഷെ ആ വയസ്സ് കുറയ്ക്കാൻ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. മോളെ, ക്യാൻസറൊക്കെ പോയി നീ വേഗം ഭേദമാകണം. അത്രയും മതി എനിക്ക്. അതൊക്കെ നടക്കുമെന്നേ. നിങ്ങളുടെ കൂടെ ഇങ്ങനെ കൈയും പിടിച്ച് ലൈഫ് ലോങ് നടക്കണമെന്ന് സ്വപ്നം കണ്ടതാ ഞാൻ. പിന്നെ എനിക്ക് ഭേദമാവാതിരിക്കോ? ഐ വിൽ ബി ഫൈൻ, ഡോണ്ട് വറി. നിനക്ക് ക്യാൻസർ വന്ന കാര്യം എനിക്കാണെങ്കിലും നിനക്കാണെങ്കിലും ആർക്കും ഓർമ്മയുണ്ടാകരുത്. അങ്ങനെ തിരിച്ചു പറഞ്ഞ നീ. ഉറപ്പായിട്ടും. ദാറ്റ്സ് എ സ്പിരിറ്റ്. വിട്ടാലോ? എന്ത് അത്ഭുതമാണിത്! സീത പ്രസവിച്ചത് ശ്യാമിന്റെയും ശാലിനിയുടെയും കുഞ്ഞിനെയാണ്. സറോഗസി റൂൾ പ്രകാരം ബയോളജിക്കൽ പേരൻസിനെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ചല്ലേ ഉള്ളത്. മെഡിക്കൽ സയൻസിൽ എവിടെയും ഇതിനൊരു പരിഹാരം ഇല്ലല്ലോ. ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഡോക്ടർ പ്ലീസ്. അവരുടെ പേരെന്താണെന്നാ പറഞ്ഞത്? ഡോക്ടർ ശ്യാം ആൻഡ് ഹിസ് വൈഫ് ശാലിനി. സോറി, എനിക്ക് ഓർമ്മ വരുന്നില്ല. ഡോക്ടർ, ഹീസ് എ പീഡിയാട്രീഷ്യൻ. ഡോക്ടർ ശ്യാം എന്നാണ് പേര്. മോസ്റ്റ്ലി ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ചെക്ക് ചെയ്തിട്ട് ഷാൽ ഐ ഗെറ്റ് ബാക്ക് യു? ഷുവർ ഡോക്ടർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. 6 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോൾ ഇത് കോമൺ അല്ലേ, ആർക്കും പെട്ടെന്ന് ഓർമ്മ കാണില്ല. പക്ഷേ ഡോക്ടർ, യു ആർ ദ ലാസ്റ്റ് ഹോപ്പ്. ഡോക്ടർക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഐ അപ്രീഷിയേറ്റ് ഇറ്റ് ഡോക്ടർ. താങ്ക് യു സോ മച്ച്. സീത, പോയാലോ? ഞാൻ എന്തിനാണോ ഇങ്ങോട്ട്
വന്നത് അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയില്ല. ഡോക്ടറൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇതുവരെ സിഹിയുടെ അച്ഛനും അമ്മയും അവളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നില്ലെന്ന അർത്ഥം. ഞാൻ വെറുതെ പേടിക്കുന്നതാണ്. ഡോക്ടർ, ഞങ്ങൾ ഇറങ്ങട്ടെ? ഓക്കെ സീത. അല്ലേട്ടാ, ആ രുദ്രപാവി ഈ കാര്യങ്ങളൊക്കെ എവിടുന്ന് ചുരണ്ടിയെടുത്തോണ്ട് വരുന്നെന്നാ? സീതയെ കുറിച്ച് നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ചുരണ്ടിയെടുത്തോണ്ട് വരുന്നുണ്ടല്ലോ ആ ദുഷ്ടൻ. നോക്കൂ സുലേനെ, എന്തൊക്കെയാണേലും ശരി, സീതയ്ക്ക് അവൻ പറഞ്ഞതുപോലുള്ള ഒരു കഥയുണ്ടെന്നുള്ള കാര്യം റാമിന്റെ വീട്ടുകാർ അറിയാൻ പാടില്ല. എന്താ? എന്താണെന്നോ, അവരിത് അറിയാണെങ്കിൽ കല്യാണത്തിന് മുമ്പേ നമ്മൾ ഈ കാര്യം അവരോട് പറഞ്ഞില്ല എന്നുള്ളതാവില്ലേ? നമുക്കും ഈ കാര്യത്തെക്കുറിച്ച് നേരത്തെ അറിയില്ലായിരുന്നു എന്ന് അവരോട് പറഞ്ഞ ആരുടെ മാന പോകുന്നതെന്നറിയോ? നമ്മള് പേരിന് മാത്രം ചേട്ടൻ ചേച്ചി എന്നായി പോവില്ലേ? മാത്രമല്ല, സീത എന്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് അവര് നമ്മളോട് ചോദിച്ചാലത്തെ ഒരു അവസ്ഥയോ? ഞാനൊന്നിനും കൊള്ളാത്തവനാ, എനിക്ക് കുടുംബം നോക്കാനുള്ള കഴിവില്ല, അതുകൊണ്ടാണ് പാവം സീത വാടകയ്ക്ക് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വീട് നോക്കിയത് എന്നാവില്ലേ? അപ്പൊ അവളെ അവര് ദേവിക്ക് തുല്യം കാണും, ഞാനോ വെറും വാഴപ്പിണ്ടി ആയി പോവും. ആവാനെന്തുവാ, വാഴപ്പിണ്ടി തന്നെയല്ലേ? എടീ, നീ എന്തെന്നാ പറഞ്ഞേ? മര്യാദക്ക് വായടച്ചവിടെ ഇരുന്നോണം. അവിടെ ഒരു നിന്റെ ഭർത്താവിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം ഇത്. ഇങ്ങോട്ട് നോക്ക, നിന്റെ മനസ്സിൽ നിന്നുണ്ടല്ലോ ഈ ദൂഷിച്ച ചിന്തകളൊക്കെ ഉണ്ടല്ലോ, എടുത്ത് മാറ്റിക്കോണം. ആരോടും ഈ കാര്യം പറയാൻ പാടില്ല. അയ്യോ, ആയിക്കോട്ടെ. എനിക്കൊരു വാഴപ്പിണ്ടിയുടെ ഭാര്യ അന്ന് കേൾക്കാൻ ഒരു ഇഷ്ടമില്ല. ഞാൻ വെറുതെ എന്തിനാ പറയുന്നേ? അല്ല ശരി, ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ ശനിയാണെങ്കിൽ ഇതിനകത്ത് കയറിയിരിക്കുക. അല്ലടി, ഈ സിഹിയുടെ അച്ഛനെ പോലെ ഇരിക്കുന്ന അങ്ങേരെ നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. നീ വരച്ചതും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ സിഹി. പക്ഷെ ഇതിൽ ആരോ മിസ്സിംഗ് ആണല്ലോ. ആരാ അത്? ആരാ മിസ്സിംഗ്? മുത്തശ്ശൻ, അച്ഛനും അമ്മയും, ചേട്ടനും ചേച്ചിയും, ഞാനും ഉണ്ട്, നീയും ഉണ്ട്, അശോക് അങ്കിളും പ്രിയ ആന്റിയും. ഇനിയിപ്പോ ആരാ മിസ്സിംഗ്? സത്യ അങ്കിൾ മിസ്സിംഗ് ആണല്ലോ. അനി സത്യ ചെറിയച്ഛനോ? ആ, നീ ശാലിനി ആന്റിയെയും ശ്യാമങ്കിളിനെയും അവരുടെ കുഞ്ഞാവെയും വരച്ചിട്ടുണ്ട്. സത്യ ചെറിയച്ഛ മാത്രമാ മിസ്സിങ്. സത്യ ചെറിയച്ഛന്റെ ചിത്രം വരച്ചാലോ? വരയ്ക്കണമല്ലോ, പക്ഷേ ഇവിടെ വരയ്ക്കാൻ സ്ഥലമില്ലല്ലോ. അനി, നമ്മൾ എന്തു ചെയ്യും? അവിടെ എന്താ മക്കള് നോക്കുന്നേ? ദേ ഇവിടെ നോക്ക്. എന്റെ ചക്കര കുട്ടികളെ, അതിലെ വന്ന് വാതിൽ തുറക്ക്. I miss you both. I miss you both. എന്റെ ചക്കര കുട്ടികളല്ലേ. സീതാ മേഡം, നിന്റെ ഡെഡിക്കേഷന് ഒരു ഹാറ്റ്സ് ഓഫ് എൻ്റെ വക. പിന്നല്ലാതെ എൻ്റെ കമ്മിറ്റ്മെന്റ്സിനേക്കാൾ നിന്റെ ഡെഡിക്കേഷൻ എപ്പോഴും ഒരു വഴി മോളിൽ നിൽക്കുന്നത്. എന്നേക്കാൾ എത്രയോ മുമ്പേ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി നീ വന്നു കഴിഞ്ഞൂടെ. സമ്മതിക്കണം, നിന്നോടുള്ള ബഹുമാനം ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക എനിക്ക്. സോറി റാം, ഞാൻ പറയാതെ വന്നതിന്. ഇറ്റ്സ് ഓക്കെ സീത, എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നീ എന്നോട് തന്നെ വന്ന് പറയില്ലേ? അല്ല, ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്കൊന്നും ഒരു സോറിയും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അതങ്ങനെയല്ല റാം, എനിക്ക് നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്.
അത് പറഞ്ഞാലേ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ. അത്രേ ഉള്ളോ? പോകുന്ന വഴിക്ക് സമാധാനമായിട്ട് പറയാലോ. വാ. സീത, അത് അശോകം പ്രിയല്ലേ പോന്നെ? അതെ, അത് അവരുടെ കാറാ. ഹണിമൂൺ കഴിഞ്ഞ് ഇവരെപ്പോഴും ഇങ്ങോട്ട് വന്നത്? അല്ല, വന്നിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ അവന്. അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. നീ വാ സീത, ഇന്നവനെ ഇടിച്ച് കൊല്ലും ഞാൻ. വാ, എന്നോട് വാ, വേം വാ. റാം, റാം. വാ. ആദ്യം ആ അശോകിന്റെ കുത്തിന് കയറി പിടിച്ചിട്ട് എന്താണ് വന്നിട്ട് ഇത്ര നാളും എന്നെ വിളിക്കാൻ ഞാൻ ചോദിക്കും. കൊടുക്കുന്നുണ്ട് ഞാൻ അവന്. എന്താ സീത, എന്തെങ്കിലും വിഷമമുണ്ടോ? ആ, മനസ്സിലായി. ഇത്ര ദൂരത്തേക്ക് ഡോക്ടർ അന്തരീക്ഷമയെ കാണാൻ വന്നിട്ട് ഒരു വിവരം കിട്ടാത്തോണ്ടല്ലേ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? ഇറ്റ്സ് ഓക്കെ സീത, അവർ ഒരുപാട് പേഷ്യൻസിനെ കാണുന്നതല്ലേ, ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും ചെക്ക് ചെയ്ത് നമ്മളെ ഇൻഫോം ചെയ്യാന്ന് അവർ പറഞ്ഞില്ലേ? റാം, എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യത്തിനാ. നിങ്ങളത് ശ്യാമിന്റെ കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ അവരുടെ കാര്യത്തിന് വന്നതായിട്ടാ വിചാരിക്കുന്നത്. പക്ഷെ സത്യം എങ്ങനെ പറയും? വിഷമമുണ്ട് എനിക്ക്. ഞാനിനി എന്താ ചെയ്യേണ്ടത്? സീത, ആ സെറോഗേറ്റ് മദർ നിന്നിരുന്ന ഹോസ്പിറ്റലും ഇത് തന്നെയാണ്. അവളുടെ ഡെലിവറി നടന്നത് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് അവളുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടുന്ന് തന്നെ കിട്ടും നമുക്ക്. ഡോൺ വറി. ഇപ്പൊ തൽക്കാലം നമുക്ക് അശോകനെ പിടിക്കണം ഫസ്റ്റ്. വെച്ചിട്ടുണ്ടാ ഞാൻ. സത്യാങ്കിൾ, നിങ്ങളെയും ഞാൻ എന്റെ ഡ്രോയിങ്ങിൽ ചേർത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാലോ. ശരിയാ, ഞാനും വരച്ചിട്ടുണ്ട്. കൊള്ളാവോ ഇത്? സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് മക്കളെ നിങ്ങൾ വരച്ചതൊക്കെ. മുത്തേ, ഈ വീട്ടില് മുതിർന്നവരൊക്കെ എന്നെ മറന്നാലും നിങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു ഹാർട്ടില് ഒരുപാട് സ്ഥലം തന്നിട്ടുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടേ? സീതമ്മ എങ്ങോട്ട് പോയതാ? സീതമ്മയ്ക്ക് എന്തോ അർജന്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാ. ആണോ? അങ്ങനെയെങ്കിൽ നിന്റെ സീതമ്മ വീട്ടിലേക്ക് വന്നാലുടനെ അവൾ എവിടെ പോയിരുന്നു, എന്തൊക്കെയാ ചെയ്തിട്ട് വന്നേന്ന് അവൾ നേരിട്ട് പോയി മുത്തശ്ശന്റെ അടുത്ത് പോയി ഡീറ്റെയിൽ ആയിട്ട് പറയണം. ആ കാര്യമൊക്കെ മോള് നോക്കണം. നോക്കുവോ? എന്ന് വെച്ചാ സീതമ്മ വീട്ടിലേക്ക് എത്തില്ലേ, എത്തിയാലുടനെ സൂര്യമുത്തശ്ശന്റെ അടുത്ത് ചെന്ന് മുത്തശ്ശ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തു പോയതായിരുന്നു, പോകുന്ന തിരക്കിൽ ആരോടും പറയാൻ കഴിഞ്ഞില്ല, സോറി എന്ന് പറയണം. അങ്ങനെ സീതമ്മയെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണം. ചെയ്യാൻ പറ്റുമോ? പക്ഷേ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് അങ്കിൾ? അതെന്തിനാണെന്ന് വെച്ചാ നമ്മുടെ സീതമ്മ സന്തോഷമായിട്ടിരിക്കണ്ടേ. അവൾ വീട്ടിലില്ലാത്ത സമയത്ത് ഇവിടെ പല സംഗതികളും നടക്കുന്നുണ്ടാവും. അതെല്ലാം നീ അവളോട് പറയണം. നീ മാത്രമേ പറയാവൂ. നിനക്ക് പറ്റുന്ന കാര്യമല്ലേ അത്. നീ അത്രയ്ക്ക് സ്മാർട്ട് അല്ലേ? ഞാനീ കാണുന്ന സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. സത്യമായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. വന്നിട്ട് കുറച്ചു നേരേ ആയിട്ടുള്ളൂ. നിന്നെയും ഈ കുട്ടികളെയും എന്റെ രാമനെയും സീതയൊക്കെ കാണണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് അച്ഛൻ വിളിക്കുന്നത് വരെ കാത്തിരുന്നില്ല. കള്ളനെ പോലെ മതിലി അടിതാ ഇവിടെ എത്തി. അത് നന്നായി. എത്രയെന്ന് വെച്ചാ ഞാൻ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് കരുതിയാ ഞാൻ വരാതിരുന്നത്. വന്നല്ലോ, അത്രയും മതി. അല്ല സീത, ഇവർ രണ്ടുപേരും എന്തിനാ ഇപ്പൊ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല റാം. ഇവരുടെ വരവ് കണ്ടിട്ട് എന്തായാലും ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്ന പോലെ തോന്നുന്നില്ല എനിക്ക്.
എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല സീത. റാം, ഇത് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വളരെ പേര് കേട്ട ഹോസ്പിറ്റലാ. വരൂ രാജകുമാരി ചെങ്കൽ സവാരി വായു രാജകുമാരി വാലോ ചെങ്കൽ സവാരി. അല്ല, അവരെ ആരും കാണുന്നില്ലല്ലോ. ആ എന്താ വീട് കൊള്ളയടിക്കാൻ വേണ്ടി വന്നതാണോ? എന്താ എന്താ പറഞ്ഞത്? ഞങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി വന്നതാണെന്നോ? ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കാ വന്നിരിക്കുന്നത്. വീടൊന്ന് ക്ലീൻ ചെയ്യാന്ന് കരുതി വന്നപ്പോ കേൾക്കുന്ന വർത്താനാണോ ഇത്? എന്താ മോളെ, എപ്പോഴാ നിങ്ങൾ ഈ വീടിന്റെ മുതലാളിയായത്? വീടിന്റെ താക്കോൽ എപ്പോ കൈ വന്നോ അപ്പം തൊട്ട്. വീടിന്റെ താക്കോല് ഞങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്? അതെ, എന്റെ അനിയത്തിയോട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് തന്നൂന്നേ ഉള്ളൂ. അപ്പോ വീടിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിലില്ല. അപ്പോ ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെ ഇവിടെ വന്ന് നിങ്ങൾ പൂട്ട് പൊട്ടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നവരെ കള്ളനെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കണ്ടേ? തെറ്റല്ലേ ഇത്? വെറുതെ കള്ള ഉള്ളന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, നാക്കൊണ്ടെന്ന് കരുതി വല്ലതും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളത് സഹിച്ചൊന്നും വരില്ല. ഞങ്ങൾ അന്ന് കീ വാങ്ങിയായിരുന്നു, അതേപോലെ തിരിച്ചു തരികയും ചെയ്തു. പറഞ്ഞത് ശരിയല്ലേ? അതിനിടയ്ക്ക് ഞങ്ങളൊരു സ്കെച്ച് ഉണ്ടാക്കി അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയെടുത്തു, അത്രേ ഉള്ളൂ. കണ്ടോ, ഞങ്ങളുടെ കീ, ഞങ്ങളുടെ സ്വന്തം കീ. ഏട്ടാ, ഞാൻ അന്നേ പറഞ്ഞതാ ഇവര് വിശ്വസിക്കാൻ കൊള്ളില്ല, ഇവർക്കൊന്നും വീടിന്റെ താക്കോല് കൊടുക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഈ വീടിന്റെ താക്കോല് സ്കെച്ച് ഇട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാ നിങ്ങളെ കള്ളൻ എന്ന് വിളിച്ചത്. വന്ന് കക്കാൻ ഈ കാലി വീട്ടിൽ എന്തോ ഉള്ളത്? അല്ല, വാതിലൊക്കെ തുറക്കാൻ വന്നിട്ടുണ്ടല്ലോ. സീതയോട് എങ്ങനെ ഈ കാര്യം പറഞ്ഞിരുന്നോ? അയ്യോ, ഒരു നല്ല ദിവസം വരുമ്പോ വീട് ക്ലീൻ ചെയ്ത് വെക്കാറില്ലേ? അതും ഇനി അവളോട് പറയണോ? എന്തായാലും ഞങ്ങൾ വന്നത് അവക്ക് വേണ്ടിയാ, ഞങ്ങൾക്ക് വേണ്ടിയല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങളുടെ അനിയത്തിന്റെ വീടാ. അവളുടെ വീട്ടിലേക്ക് വരാൻ ഞാൻ ഇനി അവളോട് ചോദിക്കണോ? അതിനുവേണ്ടി അപേക്ഷ കൊടുക്കണോ? ഒരാഘോഷം വരാൻ പോവല്ലേ. എന്റെ അനിയത്തി ഇപ്പോ വലിയ വീട്ടിലെ മരുമോളാ. ആഘോഷത്തിന് അവളും ഇങ്ങോട്ട് വരും. അതിനാ വീട് ക്ലീൻ ചെയ്യുന്നത്. അവൾ ഒറ്റയ്ക്കല്ല, അവളുടെ ഭർത്താവും അവളുടെ കൂടെ ഇങ്ങോട്ട് വരും. അതിനുവേണ്ടിയാ ക്ലീൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞാട്ടെ, കാല് വെക്കണമെന്നോ വാതിൽ തുറക്കണ്ടെന്നൊക്കെ. ഞങ്ങൾ ഇടത്തെ കാല് പോലും അകത്തോട്ട് വെക്കില്ല. പറ കേക്കട്ടെ. അയ്യോ വാ ചേട്ടാ, നമ്മുടെ വീടിന്റെ വാതിൽ തുറക്കാൻ നാട്ടുകാരുടെ സമ്മതം വേണോ നമുക്ക്? വന്നേ ഇങ്ങോട്ട്. ഒറ്റയ്ക്ക് വൈകില്ലെങ്കിലും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. വേണ്ട വേണ്ടെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുമ്പോ തലയിലോട്ട് കേറുവാ. വാ. ഡോക്ടർ, ഈ സർജറിക്ക് അധികം പെയിൻ ഒന്നും ഉണ്ടാവില്ലല്ലോ? ആദ്യം അൾട്രാസൗണ്ട് വെച്ച് ചെക്ക് ചെയ്ത് ലെങ്സ് എവിടെയാവുള്ളതെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഹെൽത്തി ടിഷ്യൂസും റിമൂവ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് നിങ്ങൾക്ക് വീണ്ടും ക്യാൻസർ സെൽസ് വരില്ല. സ്ട്രോങ് ഗേൾ. നിങ്ങളുടെ മെയിൻ കൺസേൺ ഇപ്പൊ എന്താ? വേദന ഉണ്ടാകുന്നാണോ? അത് മാത്രമേ ഉള്ളൂ. ഈ ക്യാൻസർ നമുക്ക് വലിയ സീനൊന്നുമില്ല. ഇഞ്ചക്ഷൻ പക്ഷേ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ലോക്കൽ അനസ്തേഷ്യ ഉണ്ടാവും, നിങ്ങളൊന്നും അറിയില്ല. സോ യു ക്യാൻ റിലാക്സ്. ഐ ക്യാൻ റിലാക്സ്, ബട്ട് ഹി കാൺട്ട്. ഡോക്ടർ, പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ? റിലാക്സ് അശോക്. ഇപ്പൊ കണ്ടില്ലേ പ്രിയ തന്നെ എത്ര സിമ്പിൾ ആയിട്ട് നിൽക്കുന്നേ. താൻ വെറുതെ നെർവസ് ആകല്ലോ. യു പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്. താൻ ഇവിടെ ഉണ്ടാകില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അയ്യോ ഡോക്ടർ, ടെൻഷൻ എനിക്കോ നിങ്ങൾക്കോ അല്ല. ആളുടെ മുഖത്തേക്കൊന്ന് നോക്ക്. ഇപ്പൊ ആളെ എങ്ങോട്ടും വിടണ്ട, ഇവിടെ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാവും. ഓക്കെ. അതെ പ്രിയ, താൻ ധരിച്ച ഓർണമെന്റ്സ് ഒക്കെ മാറ്റിയിട്ട് സർജറി റൂമിലേക്ക് വന്നോളൂ. ഡോക്ടർ, ഓർണമെന്റ്സ് എന്ന് വെച്ചാ താലി ഉൾപ്പെടെയാണോ? അതെ. ഡോക്ടർ, സത്യമായിട്ടും താലി അഴിച്ചു വെക്കണമെന്നാണോ?
ഡോക്ടർ പേടിച്ചു പോയെന്ന് തോന്നുന്നു. ഡോക്ടർ പ്ലീസ് റിലാക്സ്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. താലി അഴിക്കണമെന്നല്ലേ ഉള്ളൂ, ഞാൻ അഴിച്ചോളാം. എന്നിട്ട് എന്റെ ഭർത്താവിനെ കൊണ്ട് പിന്നെ കെട്ടിച്ചോളാം. ഇറ്റ്സ് ഓക്കെ. അതെ, എന്റെ താലി ഒന്ന് നോക്കിക്കോണേ. നീ ശ്രദ്ധിക്കണേ മോളെ, ദൈവമുണ്ട്, ഒന്നും സംഭവിക്കില്ല. ഇതിപ്പോ നിങ്ങൾ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണോ അതോ സ്വയം സമാധാനിക്കാൻ പറഞ്ഞതാണോ? ഓ ഗോഡ്, ഇവന്റെ ഭാവം ഒന്ന് മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഡോക്ടർ? അശോക് പ്ലീസ് പേടിക്കല്ലേ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. സ്മൈൽ. ഞാൻ പുറത്തു നിന്നോളാം. ശ്യാം, വീട് സെറ്റായ കാര്യം ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നു. ശാലിനി, അവര് ഫോൺ ചെയ്ത് പറയുന്ന ഒരു മര്യാദയാണോ? അല്ല, നമ്മൾ ഇത്രയും ദിവസം ഇവരുടെ വീട്ടിലാണ് നിന്നത്. നമ്മളെ വീട് കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്തവരാ, നമ്മുടെ കുഞ്ഞിനെ കണ്ടെത്താൻ ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നവരാ. അത് രാം മാത്രമല്ല, സീത, ഭാർഗവ ആന്റി, മുത്തശ്ശൻ, എല്ലാവരും. പിന്നെ ഡോക്ടർ അനന്തലക്ഷ്മിയും ഭാർഗവ ആന്റിയും ക്ലോസ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ഈ വീട്ടുകാർ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ വീടിന്റെ തൊട്ടടുത്താ വീടെടുത്തത്. എന്നിട്ട് വന്ന് പറഞ്ഞിട്ട് പോകുന്നതിൽ എന്താ തെറ്റ്? ഓക്കെ, എന്തായാലും വന്നല്ലോ, വേഗം പറഞ്ഞിട്ട് നമുക്ക് പോവാം. വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. വാ. ഹായ് ഡിയർ ഡോക്ടർ അങ്കിൾ. ഹായ് ശാലിനി ആന്റി. ഹായ്. ഹലോ. സാധന, ആരത്? ആരാന്നൊക്കെ പറഞ്ഞു തരാം. അവരോടൊന്ന് സംസാരിച്ചിട്ട് അവർക്കൊരു കോഫി കൊടുത്ത് നിങ്ങൾക്ക് ഒരു കോഫി കൊണ്ടുതരാം. ഓക്കെ? ഇതേതാ പോലും ഈ അവതാരങ്ങള് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇല്ലാത്ത സമയത്ത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് സെന്റർ ആയിട്ടുണ്ടല്ലോ. എന്റെ സിഹിമോൾ എന്തോ ചെയ്യുവാണെന്ന് തോന്നുന്നു. ഞാനും അനിയും കൂടെ ചേർന്ന് ഡ്രോയിങ് ചെയ്യുമായിരുന്നു. ഓ, വെരി ഗുഡ്. പ്രിയക്കെല്ലാം വേഗം ഭേദമാവില്ലേ? ഐ മീൻ, ഈ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതല്ലേ? ഭേദമാകും. ക്യാൻസർ ഇപ്പോഴും ഫസ്റ്റ് സ്റ്റേജിലായതുകൊണ്ട് സർജറിയിലൂടെ ക്യൂർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഈ പ്രൊസീജിയറിന് ശേഷം വരുന്ന ചാലഞ്ചസ് പോലിരിക്കും. ബട്ട് ഫേസ് ചെയ്തേ പറ്റൂ. കോൺഫിഡൻ്റാണ് ഞാൻ. എന്നെക്കാൾ പ്രിയ അവരോട് നിനക്കിവിടെ ഇങ്ങനൊരു അവസ്ഥയായിരുന്നു അശോക? ഇതാണോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്? ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ നിനക്ക് ഓർമ്മ വന്നിട്ടേ ഇല്ല? നിന്റെ വിഷമങ്ങൾ എന്നോട് ഷെയർ ചെയ്യണമെന്ന് നിനക്ക് ഒരു തവണ പോലും തോന്നിയേയില്ല? അങ്ങനെയല്ലടാ. എടാ, എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു നീ എന്തോ എന്നോട് നന്നായിട്ട് ഒളിക്കുന്നുണ്ടെന്ന്. പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ നീ എന്നോട് ഇക്കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അശോക. ഞാൻ തോറ്റു അശോക. എന്റെ സുഹൃത്തിനെ മനസ്സിലാക്കുന്നതിൽ ഞാൻ തോറ്റുപോയി. ബട്ട് പ്രിയ ഹാസ് ടു വിൻ. ഷീ മസ്റ്റ് വിൻ. എന്തൊക്കെ വന്നാലും നിനക്ക് എന്നോട് ഒരു തവണെങ്കിലും തുറന്ന് സംസാരിക്കായിരുന്നു നിന്റെ അവസ്ഥ ഇതാണെന്ന്.
പക്ഷെ നിന്റെ സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്കൊന്ന് വഴക്ക് പറയാൻ പോലും തോന്നുന്നില്ല ഇപ്പോ. എടാ, എന്താ ശരിക്കും ഉണ്ടായത്? നീ എന്തിനാ ഒറ്റയ്ക്ക് ഇതെല്ലാം? പോയടാ, അപ്പോഴേ ഉറപ്പിച്ചതാ അവൾക്ക് സമയം കൊടുക്കണമെന്ന്. ഈ കാര്യം അവളോട് പറയണ്ടെന്ന് വെച്ചതാ. പക്ഷെ അവള് തെറിഞ്ഞു. നീ ഞാനും കരുതുന്ന പോലെ അല്ലടാ അവള്. പുറത്തുനിന്ന് കാണുമ്പോൾ ചിരിച്ചോണ്ട് ഹാപ്പി ആയിട്ട് വികൃതിയൊക്കെ കാണിച്ച് കുട്ടികളെ പോലെ പെരുമാറും. ബട്ട് ഫ്രം ഇൻസൈഡ് ഷീ ഈസ് വെരി സ്ട്രോങ്. ഞാൻ അവളുടെ മുമ്പിൽ ഒന്നുമല്ലടാ, ഒന്നുമല്ല.